എല്ലാവർക്കും രുചിനേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഷ്, നമുക്ക് ബാക്കി വരുന്ന ഉള്ളി ചമ്മന്തി ഉണ്ടാവില്ല, ആ ചമ്മന്തിയും മുട്ടയുണ്ടെങ്കിൽ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇവിടെ ബാക്കി വന്ന ഉള്ളി ചമ്മന്തി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, പിന്നെ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ വേണം. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഉള്ളി ചമ്മന്തി നമുക്ക് ഈ മുട്ടയിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എരിവ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ എരിവിന് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല, മുളക് പൊടിക്ക് പകരം പച്ച മുളകാണെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ ചേർക്കാം. കാരണം മുട്ട കൂടെ ആഡ് ചെയ്യുന്നില്ലേ, അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഉപ്പ് കുറവായി ഫീൽ ചെയ്യാം. ഇനി നമ്മൾ സാധാ പോലെ തന്നെ കൊത്തിമുട്ട പൊരിക്കില്ലേ, അതുപോലെ എണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കണം മുട്ടേനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത്രേ ചെയ്യണ്ടു. വെറും സിമ്പിളാണ്. 2 മിനിറ്റിനുള്ളിൽ നമുക്കൊരു ചോറിന് വേണ്ട ഒരു കുഞ്ഞ് സൈഡ് ഡിഷ് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം.